ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഹന്നാസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഷാർജ ഷേക്കാണ്. ഈ ഷേക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ ഒരു 1/2 ലിറ്റർ പാല് ഫ്രീസറിൽ വെച്ച് ഒന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട്. ഇത് കാച്ചിയ പാലാണ് ഞാൻ ഫ്രീസറിൽ വെച്ച് സെറ്റാക്കി എടുത്ത് വെച്ചിരിക്കുന്നത്. അതൊന്ന് മാറ്റി വെക്കുക. അതിനുശേഷം ഈ മിക്സിയുടെ ജാറിലോട്ട് ഒരു 2 പഴം ഇട്ട് കൊടുക്കുക. ഞാനിവിടെ ഞാലിപ്പൂവമ്പഴമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഇതിലോട്ട് ഞാനൊരു 5 ഈന്തപ്പഴം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ കുരുവെല്ലാം കളഞ്ഞ് ആണ് ഇതിലോട്ട് ചേർക്കുന്നത്. പിന്നെ ഈന്തപ്പഴം നന്നായിട്ട് കഴുകിയെടുത്തതാണ്. അതുപോലെ തന്നെ ഈന്തപ്പഴം അല്പനേരം പാലിലൊക്കെ ഒന്ന് കുതിർത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഒന്ന് അരഞ്ഞ് കിട്ടും. അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് ഞാൻ കുറച്ച് നിലക്കടല അല്ലെങ്കിൽ കപ്പലണ്ടിയാണ് ചേർക്കുന്നത്. ഇതിന് പകരം വേണമെങ്കിൽ അണ്ടിപ്പരിപ്പോ ബദാമോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഏലക്കാപ്പൊടി അല്ലെങ്കിൽ വാനില എസൻസ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ആവശ്യത്തിന് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനൊരു 3 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ഇതിലോട്ട് ചേർക്കുന്നത്. മധുരമൊക്കെ ഓരോരുത്തരും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കണം. പഞ്ചസാരയും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. പാലും കൂടി ചേർത്ത് ഇതെല്ലാം കൂടി ഒരുമിച്ച് അടിച്ചാൽ ചിലപ്പോൾ ഈ ഈന്തപ്പഴവും പഴമൊന്നും നന്നായിട്ട് അടിഞ്ഞു കിട്ടത്തില്ല. അതുകൊണ്ടാണ് ആദ്യം ഇതൊന്ന് അടിച്ചെടുക്കുന്നത്. ഇതിലോട്ടിനി സെറ്റാക്കി വെച്ചിരിക്കുന്ന പാലും കൂടി ചേർക്കാം. പിന്നെ ഇതിലോട്ട് ഞാനൊരു 3/4 ടീസ്പൂൺ കൊക്കോ പൗഡറും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ കൊക്കോ പൗഡറിന് പകരം 1-2 ടേബിൾ സ്പൂൺ ബൂസ്റ്റ്, ബോൺവിറ്റ അല്ലെങ്കിൽ ഹോർലിക്സ് ഇതിലേതെങ്കിലുമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുകൊണ്ട് വരാം. ഇതിപ്പോൾ ഞാൻ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഈ ഗ്ലാസ്സിലോട്ടൊന്ന് ഒഴിക്കാം. ഇത് കാണുമ്പോൾ തന്നെ അറിയാം, നല്ല കട്ടിയായിട്ടുള്ളൊരു ഷേക്കാണ്. ഇത് ഈസിയാണ് ഉണ്ടാക്കാൻ. ഇതിലുള്ള മിക്ക സാധനങ്ങളും നമ്മുടെ വീടുകളിലൊക്കെ എപ്പോഴും തന്നെ കാണുന്നതാണ്. ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് കൊക്കോ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കാം. കൊക്കോ പൗഡർ അല്ലെങ്കിൽ ബൂസ്റ്റോ ഹോർലിക്സ് ആണെങ്കിലും ഇട്ട് കൊടുത്താൽ മതി. അങ്ങനെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്പെഷ്യൽ ഷാർജ ഷേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും തന്നെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടമാകും. ഇത് കുട്ടികൾക്കൊക്കെ കൊടുക്കാൻ പറ്റിയ നല്ലൊരു ഹെൽത്തിയായ ഡ്രിങ്കാണ്. ഇതിൻ്റെ അകത്ത് ഈന്തപ്പഴവും പഴവും അതുപോലെ തന്നെ കപ്പലണ്ടിയൊക്കെ ചേരുന്ന ഒന്നാണല്ലോ. പിന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ നേരം പാലിങ്ങനെ ഫ്രീസറിൽ വെച്ച് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ പാലിൽ ഇത് അടിച്ചു കൊടുത്താലും മതി. പിന്നെ ഇതിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ഹന്നാസ് റെസിപ്പീസ്.